എം എ ബേബിയെ നമ്മൾ വിലയിരുത്തുന്നത് വളരെ തെറ്റായ രീതിയിലാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുതുതലമുറയ്ക്ക് എം എ ബേബി അറിയില്ല. എം എ ബേബി ഇപ്പോൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വളരെ സൗമ്യനായ സോബറായിട്ടുള്ള ഒരു ചുമന്ന സഞ്ചി തൂക്കി. ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ രാവിലെ എൻ്റെ സുഹൃത്തിനോട് പറയാം, അതായത് ഈ പാർട്ടി കമ്മിറ്റി കൂടുന്ന ദിവസമൊക്കെ വിഷ്വൽ കാണിക്കുമ്പോൾ പിണറായി വിജയൻ ഈ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കിയ കാറിൽ വന്നിട്ട് അംഗരക്ഷകനിയെ തുറന്നു കൊടുക്കുമ്പോൾ കൊള്ള സംഘക്കാരൻ കയറുന്നവർ കയറി അടിയിൽ കൂടെ പോകുമ്പോൾ പാർട്ടി ഫ്ലാറ്റിൽ നിന്ന് സാധാരണ മുണ്ടു കൊടുത്ത് ഒരു ചുമന്ന സഞ്ചിയും തൂക്കി റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നൊരു ബേബിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇന്നത്തെ തലമുറ കാണുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി, അളന്ന് തൂക്കി വാക്ക് പറയുന്ന ആൾ, കലാസ്വാദകൻ, സ്വരലയ, ഡാൻസ്, പാട്ട്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് വേറെ ആരോപണങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ബുദ്ധിജീവി, സാംസ്കാരിക പ്രവർത്തകൻ, ഇതാണ് അവർ കാണുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥ എം എ ബേബി. എം എ ബേബി എന്ന് പറയുന്ന ആളാണ് കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും തന്ത്രശാലിയും ഏറ്റവും വലിയ സ്കീമറും. അതിന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, 1998 പാലക്കാട് സമ്മേളനമുണ്ട്. പാലക്കാട് സമ്മേളനത്തിലെ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ CITUവും VS തമ്മിലുള്ളതായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ VSും പിണറായും പിന്നീട് അവർ. അപ്പോൾ 90കളിലെ ഈ CITU VS ധ്രുവീകരണത്തിൽ അപ്പുറത്ത് നിന്നവരാരൊക്കെയാണെന്നറിയോ? സാക്ഷാൽ E ബാലാനന്ദൻ, സാക്ഷാൽ KN രവീന്ദ്രനാഥ്, സാക്ഷാൽ MM ലോറൻസ്, സാക്ഷാൽ O ഭരതൻ, സാക്ഷാൽ IV ദാസ് ഉൾപ്പെടെ ഒരു 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 നേതാക്കളുടെ ഒരു വൻ നിരയാണ് അപ്പുറത്ത് നിന്നത്. ആ നേതാക്കളായിരുന്നു അന്നത്തെ പാർട്ടി. ആ നേതാക്കളുടെ കൂടെ ഇല്ലാത്ത ഒരാൾ VS അച്യുതാനന്ദൻ, അയാൾ ഇപ്പുറത്തായിരുന്നു. അയാൾ മാത്രമാണ് ഇപ്പുറത്ത്. അപ്പുറത്ത് നിന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റാൾവാർഡ്സ് ആയിരുന്നു. അവരാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ലോറൻസും പിന്നെ ബാലാനന്ദനും രവീന്ദ്രനാഥും ഒക്കെ ആയിരുന്നു. ചെറിയ. പക്ഷേ ഈ CITUക്കാർ VSന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, VSൻ്റെ പ്രവർത്തനത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ VS തീരുമാനിച്ചു അടുത്ത സമ്മേളനത്തിൽ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് തീരുമാനിക്കണം, വോട്ടെടുപ്പ് നടക്കണം എന്ന് VS തീരുമാനിച്ചു. അപ്പോൾ ശ്രീജിത്ത് മനസ്സിലാക്കേണ്ടത്, അന്ന് യൂട്യൂബും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല. അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അന്ന് ബേബി രാജ്യസഭാംഗം 40-41 വയസ്സേ ഉള്ളൂ. അന്ന് VSൻ്റെ ഏറ്റവും വലിയ പടയാളിയായിട്ട് നിന്ന ബേബിയാണ് യഥാർത്ഥത്തിൽ 1998 സംസ്ഥാന സമ്മേളനത്തിൽ ഈ സ്റ്റാൾവാർഡ്സിനെ മുഴുവൻ നിലത്തടിച്ചതിനുള്ള പണി മുഴുവൻ ചെയ്തത്. കേരളത്തിലൊരു സുപ്രധാന മാധ്യമപ്രവർത്തകനുണ്ട്, പേര് എൻ്റെ അടുത്ത സുഹൃത്ത് ആണ്, ഞാൻ പറയുന്നില്ല. അന്ന് അയാൾ ഡൽഹിയിലായിരുന്നു. അയാളുടെ മുറിയിൽ നിന്ന് ലാൻഡ് ഫോണിലൂടെയാണ് ബേബി ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 90% പ്രതികളെ നേരിട്ട് വിളിച്ചിടും. അങ്ങനെ VS, അപ്പോൾ VS എന്ന് പറഞ്ഞാൽ VS അതിൻ്റെ ആശയങ്ങൾ കൂടെ അത് എക്സിക്യൂട്ട് ചെയ്ത മുഴുവൻ ഇയാളാണ്. അപ്പോൾ ഓരോരുത്തരെയും എങ്ങനെയാണ് കൈകാര്യം ആലോചിച്ചുകൂടെ, എത്ര സങ്കീർണമാണത്. എന്ന് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൾവാർഡ്സിൻ്റെ ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബാലാനന്ദൻ, CPMനകത്ത് ഈ ബാലാനന്ദൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ആരാ ഉള്ളത്? അന്നത്തെ MM ലോറൻസ്, അന്നത്തെ KN രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ CPM സൃഷ്ടിച്ചിട്ടുള്ള ഒരുപക്ഷെ EMS കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിജീവി O ഭരതൻ, IV ദാസ്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന അണികളെയാണ് അന്ന് 40-42 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന MA ബേബി ഓരോരുത്തരെയും ഇൻഡിവിജ്വലായി കൈകാര്യം ചെയ്ത് വോട്ടെടുപ്പിൽ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ച ആളാണ് MA ബേബി എന്ന് 42 വയസ്സിൽ. ഇനി അതൊരു വശം. അന്ന് VSൻ്റെ കൂടായിരുന്നു പിണറായിയും കോടിയേരിയെല്ലാം. അന്ന് അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് അവരൊന്നും ഇന്നത്തെ ആളുകളല്ല, മനസ്സിലായോ? ആ MA ബേബിയാണ് 2006 പിണറായിയോടൊപ്പം നിന്ന് സാക്ഷാൽ VSനെ വെട്ടിയൊതുക്കിയത്. 2006 സംസ്ഥാന സമ്മേളന സമയത്ത് ഞാനുണ്ട് മലപ്പുറത്ത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം ബേബി ചെയ്തതെന്താണ്. അന്ന് ആ സംസ്ഥാന സമ്മേളനത്തിൽ VSനെതിരായിട്ടുള്ള കള്ളവാർത്തകൾ മുഴുവൻ സൃഷ്ടിച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ആൾ MA ബേബിയാണ്. അതിൽ അന്ന് ബേബി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജോൺ ബ്രിട്ടാസാണ്. അതുപോലെ തന്നെ ഒരു നർത്തകി ഉണ്ടായിരുന്നു, ഒരു തിരുവനന്തപുരത്തുള്ള നർത്തകി, ബേബിയായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഫോൺ വരെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ബേബിക്കെതിരായിട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ റെക്കോർഡ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അന്ന് ബേബി അത് ചെയ്തത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്നത്തെ റെസിഡൻറ്റ് എഡിറ്ററായിരുന്ന N മാധവൻകുട്ടി ഉപയോഗിച്ചിട്ടാണ്. ഈ കള്ളവാർത്തകൾ മുഴുവൻ വെച്ചാൽ VSനെതിരായിട്ടുള്ള 90% വാർത്തകളും കള്ളവാർത്തകളായിരുന്നു. ആ കള്ളവാർത്തകൾ മുഴുവൻ സൃഷ്ടിച്ച് ഈ പാർട്ടി കോൺഗ്രസ് വേദിയിലിരിക്കുമ്പോൾ പോലും ബേബി വിളിച്ചതിൻ്റെ ഫോൺ കോൾ റെക്കോർഡ്സ് ഞാൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ വേദിയിലിരുന്നുകൊണ്ട് പോലും ആ പണി ബേബി അവിടെ ചെയ്തതാണ്, മനസ്സിലായോ? ആ N മാധവൻകുട്ടി ഉപയോഗിച്ച് അന്ന് N മാധവൻകുട്ടി പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റെസിഡൻ്റായിട്ടിരിക്കുകയാണ്. വേറൊരു വനിതയെ കൊണ്ടിട്ടാണ് ഈ വാർത്തകൾ മുഴുവൻ പുറത്തു കൊണ്ടുപോകുന്നത്. അപ്പം
1998 VS അച്യുതാനന്ദന് വേണ്ടി സംസ്ഥാന സമ്മേളനത്തിൽ CITക്കാരെ മലത്തിയിടിച്ച MA ബേബി 2006 പിണറായി വിജയന് വേണ്ടി അച്യുതാനന്ദനെയും മലത്തിയടിച്ച ആളാണ് MA ബേബി. മനസ്സിലായില്ലേ? അപ്പോൾ MA ബേബി ഈ ചുവന്ന സഞ്ചി ഇടുന്നൊന്നും അല്ല, അതല്ല MA ബേബി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MA ബേബി ഒരു പരൽമീനല്ല, MA ബേബി ഒരു തിമിംഗലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് MA ബേബിക്ക് എന്ത് സംഭവിച്ചു? 2006 MA ബേബിക്ക് പാരിതോഷികം കിട്ടി, വിദ്യാഭ്യാസ മന്ത്രിയാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയന് മനസ്സിലായി വശക്കേടാന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ 14 മുതൽ വെട്ടിയൊതുക്കി പരനാറി പ്രയോഗം മനഃപൂർവ്വം ചെയ്ത് അയാളെ തോൽപ്പിച്ചു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ അസുഖം വന്നപ്പോഴത്തേക്കും ഇയാളെക്കാളും വളരെ ജൂനിയറായിട്ടുള്ള വിജയരാഘവനെ സംസ്ഥാന സെക്രട്ടറി ആക്കി. അതിനുശേഷം കോടിയേരി മരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ചിട്ട് ആവാതെ ഇയാളെ 2016 മറ്റോ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന, 2012 ബേബി പോളിറ്റ് ബ്യൂറോയിൽ വന്ന, 2016 18 മറ്റോ കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന ഗോവിന്ദനെ മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച് സംസ്ഥാന സെക്രട്ടറി. ഈ സമയത്തെല്ലാം ബേബി ആവണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം. അവസാനം എന്ത് സംഭവിച്ചു? സീതാറാം യെച്ചൂരി മരിച്ചപ്പം കോർഡിനേറ്റർ ആക്കുന്ന കാര്യത്തിൽ പോലും പിണറായി അയാളെ വെട്ടി. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഒരു സ്കീമറും തന്ത്രശാലിയുമായിട്ടുള്ള ബേബിയാണ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് ഇനി കഴിഞ്ഞ 10 വർഷം ബേബിയുടെ അവസ്ഥ എന്തായിരുന്നു? ബേബിക്ക് പാർട്ടിയിൽ നടക്കുന്ന ഒരു ചുക്കും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ നേരെ എതിർവശത്തെ മുറിയായിരുന്നു ബേബിയുടെ AK സെൻറ്ററിൽ. പക്ഷേ ബേബിയെ ഒരു പുല്ലും അറിയിച്ചിട്ടില്ല. സാംസ്കാരിക രംഗത്ത് ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് ബേബി എന്നാണ്. പക്ഷേ സാംസ്കാരിക രംഗത്തെ പണി മുഴുവൻ ചെയ്യിപ്പിച്ചിരുന്നത് സജി ചെറിയാനെ കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ബേബി അങ്ങോട്ട് തൊഴിച്ച് തെറിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ബേബിയാണ് ഇന്ന് പിണറായിക്ക് മുകളിൽ പാർട്ടിയുടെ പരമോന്നത നേതാവായി വന്നിരിക്കുന്നത്. അത് പിണറായിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? പിണറായിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബേബി പറയും, ചിരിക്കും, സോബറായിട്ടൊക്കെ നിൽക്കും. പക്ഷേ ആ നിന്നുകൊണ്ട് ബേബി പണിയെടുക്കും. ബേബിക്ക് ഇനി 5 വർഷം കൂടിയുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയാം, പിണറായി യുഗം തീരും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട CPMൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം എവിടെയുണ്ടോ അവിടെ ഒട്ടും. അതിപ്പോൾ CPM ആയാലും BJP ആയാലും ഒക്കെ തന്നെ ഇപ്പോൾ മോഡി നിൽക്കുന്നതും അധികാരം കൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 2014 മുതൽ പിണറായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് എതിരായിട്ടുള്ള നിലപാടുള്ളവർക്കും അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. പിണറായിക്ക് പണിയെടുത്ത് ഞാൻ പുറത്താണ്. പക്ഷേ ഇന്ന് ഒരു അധികാര കേന്ദ്രം വന്നിരിക്കുന്നു, വേറൊരു അധികാര കേന്ദ്രം വന്നിരിക്കുന്നു. ആ അധികാര കേന്ദ്രം പിണറായിക്ക് മുകളിലാണ്. പിണറായി ആണെങ്കിൽ ഡിഫെൻസീവിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇയാളുടെ മരുമകൻ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നില്ല. മരുമകൻ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ചെറുപ്പക്കാർ മുഴുവൻ ബേബിയിലേക്ക് ചായും. P രാജീവ് ചായും, PK ബിജു ചായും, സ്വരാജ് ചായും, MP രാജേഷ് ചായും, ബാലഗോപാൽ ചായും, അവരെല്ലാവരും ചായും. ചെറുപ്പക്കാർ മുഴുവൻ ചായും. ഇയാളെ കൊണ്ടുവരാതിരുന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നാരെ ഒരു മുസ്ലിം വനിതയെ കൊണ്ടുവന്നു. അതോടുകൂടി ഇയാളുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു റിയാസിൻ്റെ. മനസ്സിലായോ? അപ്പം ബേബി കണക്ക് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ബേബിയുടെ പണിയാണ് ഈ സലീഖയെ കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, കണ്ണൂർ ലോബി ഇത്രയും കൂടുതൽ പരിക്ക് പറ്റിയ ഒരു പാർട്ടി കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ലോബി എന്ന് പറയുമ്പോൾ പിണറായിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ പോലും ബ്രോഡ്ലി ഈ കണ്ണൂർ ലോബിയാണല്ലോ KK ശൈലജ. ആ KK ശൈലജ പോലും അടുപ്പിച്ചില്ല. അവിടുന്ന് എത്ര പേരെ സെൻട്രൽ കമ്മിറ്റി കൊണ്ടുവരണമെന്ന് പിണറായിക്കുണ്ടായിരുന്നു, KK രാധാകൃഷ്ണൻ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, MP ജയരാജ്, അടുപ്പിച്ചില്ല. 34 പേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കണ്ണൂർക്കാരൻ ഇനിയുമില്ല. അതിലൊന്ന് പുത്തലത്ത് നേശം കോഴിക്കോടുകാരനാണ്, TP രാമകൃഷ്ണൻ കോഴിക്കോടുകാരനാണ്, സലീഖ പാലക്കാടുകാരിയാണ്. സലീഖ വന്നുകൂടി KK ശൈലജ തീർന്നു. നാളെ ഇനിയിപ്പോൾ ഇവർ അധികാരത്തിൽ വന്നാൽ പോലും മുസ്ലിം വനിത എന്നുള്ള നിലയിൽ മന്ത്രിയാകാൻ പോകുന്നത് സലീഖയാണ്. അപ്പോൾ ബേബി പണികൾ ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയനുള്ള ഫുൾ സപ്പോർട്ട് കൊടുത്ത് ബേബി അങ്ങനെ നിൽക്കും. പക്ഷേ ക്രൂഷ്യൽ മൊമെൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ നാളെ ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സമൻസ് വന്നെന്ന് വിചാരിക്കുക, പോളിറ്റ് ബ്യൂറോ ബേബിയുടെ കൂടെയാണ് നിൽക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഭൂരിപക്ഷം പിണറായിക്കെതിരായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. പിണറായിയെ പിന്തുണയ്ക്കണോ അതോ CPMനെ പിന്തുണയ്ക്കണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ CPMൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഇന്ന് 3 മണിക്ക് പിണറായിയോട് നിന്നവരുൾപ്പെടെ അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ബേബിയുടെ വരവ് നിർണായകമാണ്. കേരളത്തിൽ പിണറായി യുഗം അവസാനിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും ഇതായിട്ടുള്ള ആളാണ് വന്നത്. അത് പോളിറ്റ് ബ്യൂറോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിൻ്റെ സെക്രട്ടറി സജസ്റ്റ് ചെയ്തത്. അശോക് ധാവളെ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ നയങ്ങളെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആളാണ് അശോക് ധാവളെ. മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിനൊക്കെ വന്നില്ലേ, അതിനെ എതിർത്തു. കേരളയിലെ എതിർത്തു ആളാണ് അശോക് ധാവളെ. അയാളാണ് പിന്തുണച്ചത്. അപ്പോൾ അവരുടെ ഒരു പൊതു കൺസെൻസസിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പിണറായിക്ക് വളരെ ഓമിനസാണ്, വളരെ അപകടകരമാണ് ഇത്. ഇനി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബേബി അത് വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്യുള്ളൂ.
ബേബി ചിലപ്പോൾ ബേബി ഇപ്പോൾ പറഞ്ഞില്ല അടുത്തതിൽ നിന്ന് നയിക്കുന്ന പിണറായി വിജയനാണെന്ന് പറഞ്ഞതിനകത്ത് ഒരു കുത്തുണ്ട്. കാരണം 2016 നയിച്ചത് അച്യുതാനന്ദനാണ്. അല്ലാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആയിരുന്നു പിന്നീട് തീരുമാനിക്കുന്നതാണ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വളരെ സൂക്ഷിച്ചു. പിന്നെ 10 വർഷമായിട്ട് അയാൾ വെറും ചണ്ടിയല്ലായിരുന്നു കേരളത്തിൽ, മനസ്സിലായി. അപ്പോൾ അതെല്ലാം അയാളുടെ മനസ്സിലുണ്ട്. അയാൾക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. അയാൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് പറയാനറിയാം. ഇംഗ്ലീഷ് വളരെ പ്രധാനമാണ്, അതറിയാം. അയാൾക്ക് അതിനുള്ളൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. അയാൾ ചെറുപ്പകാലത്ത് ഈ പണികൾ ചെയ്തിട്ടുള്ളതാണ്. അച്യുതാനന്ദന് വേണ്ടിയും അച്യുതാനന്ദനെ മലത്തിടിക്കാനും നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ വരവ് വളരെ നിർണായകമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ 3ാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെ CPM സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് സാധ്യമാവുന്ന കാര്യം, കാരണം 2ാം സർക്കാർ വന്നപ്പോൾ കോവിഡ് സമയത്ത് ജനക്ഷേമ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 57 ദിവസമായിട്ട് ആശാമാരുടെ സമരം നടക്കുന്നു. അതൊന്നും ഒരു ചർച്ചയിൽ പോലും അവർക്കൊരു എന്താ പറയുക, ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും എന്ന് പോലും ഒരു വിഷയമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3ാമതും പിണറായി സർക്കാർ എന്നൊക്കെ പറയുന്നത് അതിനകത്തുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ 2024 പറഞ്ഞിരുന്നു 400+ ഓർമ്മയില്ലായിരുന്നു. ആ 400+ ഇതിനേക്കാൾ കൂടുതൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചവരാണ് നമ്മൾ. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കോൺഗ്രസ്സുകാരന് കഴിവില്ലായിരുന്നതുകൊണ്ട് ഒരു അഴിമതി ആരോപണം മോഡിക്കെതിരെ വന്നിട്ടില്ല, അല്ലേ? എന്നിട്ട് പോലും എന്താ സംഭവിച്ചത്? എന്നിട്ട് പോലും ഇപ്പം ഘടകകക്ഷികളുടെ തോളിലാണ് നിൽക്കുന്നത്. 1. 2, കേരളത്തിലെ സ്ഥിതി എന്താ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മളെപ്പോഴും പറയും ലോക്സഭയിലെ വിഷയങ്ങൾ നിയമസഭ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏക വിഷയം പിണറായി വിജയനായിരുന്നു. വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആകെ 20,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയത്. 100 കോടി രൂപ മുടക്കിയെന്നാണ് ഞാൻ കേട്ടത്. കാരണം കോടീശ്വരന്മാർ മുഴുവൻ അവരുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് കിട്ടി. ഇനി അതിനേക്കാൾ പ്രസക്തമായ കാര്യം പറയും. ഇപ്പോൾ 2009 19 സീറ്റിൽ ജയിച്ചു. പക്ഷേ 2024 ഭൂരിപക്ഷം നിങ്ങൾ ശ്രദ്ധിച്ചോ? മലപ്പുറത്തും പൊന്നാനിയിലും 2.5-3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഒരു ഡസൻ സീറ്റിലെങ്കിലും 1 ലക്ഷത്തിൽ കൂടുതലായിരുന്നു ഭൂരിപക്ഷം, മനസ്സിലായി. അപ്പോൾ അതാണ് ജനങ്ങൾ ഇവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ അതിലേക്കുള്ള പോക്ക് ഇനി കൂടുതൽ ദ്രുതഗതിയിലാകും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വഞ്ചിയൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ AKG സെൻറ്റർ ഞാനൊന്ന് കണ്ടു, പുതിയത്. എൻ്റെ ശ്രീജിത്ത്, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് ഒരു തൊഴിലാളി, കാരണം വെച്ചാൽ നേരെ എതിർവശത്ത് മറ്റേ AKG സെൻറ്റർ നിൽപ്പുണ്ട്. കാരണം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കത് വൈകാരികമായി എന്നെ ബാധിക്കുന്നത് വെച്ചാൽ ഞാൻ 25 വർഷം AKG സെൻറ്ററിൽ കയറി ഇറങ്ങുകയാണ്. സീഡിട്ട് ജോലിയാണ്. വൈകിട്ടാകുമ്പോഴത്തേക്ക് അവിടെ കയറി ഒരു 3 മണിക്കൂർ ഇരുന്നിട്ടേ വീട്ടിൽ പോകുള്ളൂ. ആ AKG സെൻറ്ററിന് എന്താണ് കുറവ്? ആ AKG സെൻറ്ററിൽ എന്താണ് ഇല്ലാത്തത്? പാർട്ടി സെക്രട്ടറിക്ക് മുറി, പാർട്ടി സെക്രട്ടറി അംഗങ്ങൾക്ക് മുറി, സെക്രട്ടേറിയറ്റ് കൂടാൻ മുറി, സ്റ്റേറ്റ് കമ്മിറ്റി കൂടാൻ മുറി, ഹോള്, കിച്ചൺ, സകലവിധ സൗകര്യങ്ങളും. ഏറ്റവും താഴെ വിശാലമായിട്ടുള്ള ലൈബ്രറി, എല്ലാ സൗകര്യങ്ങളുമുള്ള 5 നില കെട്ടിടം ഒരു സുപ്രഭാതത്തിൽ ഡംപ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് ബങ്കർ വരെയുള്ള 135 കോടി രൂപയുടെ ഒരു ഇത് പണിയാൻ ഒരു ഉളുപ്പുമില്ല ഈ തൊഴിലാളി പാർട്ടിക്ക്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ 135 കോടി രൂപയല്ലേ, ഈ 135 കോടി രൂപ യഥാർത്ഥത്തിൽ ആശാവർക്കർമാർക്ക് കൊടുത്തുവിടായിരുന്നു. അവർ ചോദിക്കുന്നത് 21,000 അല്ലേ, അത് ഇതിൽ കൂടെ പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഒരു കാരണവശാലും ഇത് ഇനി നിലനിൽക്കില്ല കേരളത്തിൽ. അത് നിലനിൽക്കാത്തതിൻ്റെ ഉത്തരവാദികൾ അവർ മാത്രമാണ്, വേറെ ആരുമല്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ പോലെ എന്താണ് അവസാനത്തിൻ്റെ ആരംഭം, ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് കാണുന്നത്. അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നതെന്നാണ് 10ാം ഉദയത്തിനാണ് വെച്ചിരിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അവലാഞ്ചയായിട്ട് ഇത് താഴോട്ട് ഉരുളുകയാണ്. ബേബിക്ക് അടുത്തുണ്ടാകാൻ പോകുന്ന കിട്ടാൻ പോകുന്ന സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സംസ്ഥാനത്ത് പോലും ഈ പാർട്ടി ഇല്ലാതാകുന്നതിന് ഒരു കർമ്മിയാകാൻ ഉള്ള അവസരമാണ് ഇപ്പം ബേബിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം വഴിയെ നമ്മൾ മനസ്സിലാക്കാൻ പോകും.